ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് കഴിഞ്ഞ വീഡിയോയിലെടുത്ത ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ കുറെ കണ്ടെത്തലുകൾ കൂടി നടന്നിരുന്നു. ആ കണ്ടെത്തലുകൾ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി നമുക്ക് പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. അതിനുശേഷം പ്രീവിയസ് ഇയർ ഡിസ്കഷൻ ആയിരിക്കും. നമുക്ക് ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുമിച്ച് ആൻസർ പറയാൻ നോക്കാം. നമുക്ക് ഓർമ്മ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് കണ്ടെത്തലുകളെ പറ്റി പഠിക്കാം. ഇനി ആദ്യത്തേത് സ്പിന്നിങ് ജെന്നി. എന്താണ് സ്പിന്നിങ് ജെന്നി? ഇത് കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ഇതൊരു കോഡുണ്ട്, ജെന്നി ജെയിംസ് എന്ന് ഓർത്തിരിക്കുക. ഒരു പേര് പോലെ ഓർത്തിരിക്കുക, ജെന്നി ജെയിംസ്. അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. അതിന്റെ കോഡ് ജെന്നി ജെയിംസ്. അടുത്തത് പറക്കുന്ന ഓടം അഥവാ ഫ്ലൈയിങ് ഷട്ടിൽ. പറക്കുന്ന ഓടം അഥവാ ഫ്ലൈയിങ് ഷട്ടിൽ അത് കണ്ടുപിടിച്ചത് ജോൺ കെയ് ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? ജോൺ കെയ്. അപ്പം ഇതിനകത്ത് ജോൺ ഓടി എന്ന കോഡ് ഉപയോഗിക്കുക. ഓടം എന്നുള്ളത് ഓടി എന്നാക്കുക, ജോൺ കെയുടെ ജോണും ചേർക്കുക. അങ്ങനെ ജോൺ ഓടി എന്ന കോഡ് ഓർത്തിരിക്കുക. അടുത്തത് ആവിയന്ത്രം. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആണ്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. ഇതിന്റെ കോഡ് വളരെ രസകരമാണ്, നമുക്ക് ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? വാട്ടുകപ്പ വേവിക്കുമ്പോൾ ആവി വരുന്നു. എന്താണ്? വാട്ടുകപ്പ വേവിക്കുമ്പോൾ ആവി വരുന്നു. ജെയിംസ് വാട്ടിന്റെ വാട്ടും ആവിയന്ത്രത്തിന്റെ ആവിയും നമുക്ക് ഈ കോഡിലൂടെ കിട്ടും. അടുത്തത് വാട്ടർ ഫ്രെയിം. വാട്ടർ ഫ്രെയിം ആരാണ് കണ്ടുപിടിച്ചത്? റിച്ചാർഡ് ആർക്രൈറ്റ്. വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് റിച്ചാർഡ് ആർക്രൈറ്റ്. അത് ആർച്ച് ഡാമിൽ വാട്ടർ എന്ന് ഓർത്തിരിക്കുക. എന്താണ്? ആർച്ച് ഡാമിൽ വാട്ടർ എന്ന് ഓർത്തിരിക്കുക. അടുത്തത് മ്യൂൾ. സാമുവൽ ക്രോംപ്ടൺ. ആരാണ് കണ്ടുപിടിച്ചത്? സാമുവൽ ക്രോംപ്ടൺ. മ്യൂമു എന്ന് ഓർത്തിരിക്കുക. മ്യൂളിന്റെ മ്യൂ, സാമുവേലിന്റെ മൂ, രണ്ടിനകത്തും മായുണ്ട്, അങ്ങനെ കണക്ട് ചെയ്യുക. അടുത്തത് പവർ ലൂം. കാർട്രൈറ്റ്. ആരാണ് കണ്ടുപിടിച്ചത്? കാർട്രൈറ്റ്. അത് കാർട്രൈറ്റിന് ഭയങ്കര പവർ ആണെന്ന് ഓർത്തിരിക്കുക. കാർട്രൈറ്റിന് ഭയങ്കര പവർ ആണെന്ന് ഓർത്തിരിക്കുക. പഫിംഗ് ഡെവിൾ. അത് റിച്ചാർഡ് ട്രെവിത്തിക് ആണ് കണ്ടുപിടിച്ചത്. ട്രെവിത്തിക്. അപ്പോൾ അതിന്റെ കോഡ് റിച്ചാർഡ് ട്രെവിത്തിക് ഒരു ഡെവിൾ ആണെന്ന് ഓർത്തിരിക്കുക. ആരാണ്? റിച്ചാർഡ് ട്രെവിത്തിക് ഒരു ഡെവിൾ ആണ്. അപ്പം പഫിംഗ് ഡെവിൾ അത് ആരാണ് കണ്ടുപിടിച്ചത്? റിച്ചാർഡ് ട്രെവിത്തിക്. റിച്ചാർഡ് ട്രെവിത്തിക് ഒരു ഡെവിൾ ആണെന്ന കോഡ് ഓർത്തിരിക്കുക. അടുത്തത് ലോക്കോമോട്ടീവ്. ജോർജ് സ്റ്റീഫൻസൺ ആണ് കണ്ടുപിടിച്ചത്. ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ. ജോർജ് നല്ലൊരു മോട്ടിവേറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. എന്താണ്? ജോർജ് നല്ലൊരു മോട്ടിവേറ്റർ ആണ്. അപ്പം ജോർജും ലോക്കോമോട്ടീവിന്റെ മോട്ടീവും കൂടെ കൂട്ടി ജോർജ് നല്ലൊരു മോട്ടിവേറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്തത് കോഡ് വേണ്ടാത്ത ഒരു സംഭവമാണ് സേഫ്റ്റി ലാമ്പ് അഥവാ ഡേവി ലാമ്പ് എന്ന് അറിയപ്പെടുന്നു. സേഫ്റ്റി ലാമ്പ് അഥവാ ഡേവി ലാമ്പ് എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഡേവി ലാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഡേവി ആയിരിക്കും കണ്ടുപിടിച്ചത്. അപ്പം അതിന്റെ ഫുൾ നെയിം ഹംഫ്രി ഡേവി എന്നാണ്. ആരാണ്? ഹംഫ്രി ഡേവി. അടുത്തത് കമ്പി തപാൽ അഥവാ ടെലഗ്രാഫ്. ആരാണ്? എന്താണ് കമ്പി തപാൽ അഥവാ ടെലഗ്രാഫ്? സാമുവേൽ മോഴ്സ് ആണ് കണ്ടുപിടിച്ചത്. ആരാണ്? സാമുവേൽ മോഴ്സ് ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇങ്ങനെ ഓർത്തു വെക്കുക, ഇന്നത്തെ കാലത്ത് കമ്പി തപാൽ വളരെ മോശമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് കമ്പി തപാൽ മോശമാണ് കമ്പി തപാൽ. ഇന്നത്തെ കാലത്ത് ആരും കമ്പി തപാൽ ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ അത് മോശമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ കമ്പി തപാൽ മോശമാണ്, മോഴ്സ് എന്ന് കിട്ടും. മോശമാണ്, മോഴ്സ് എന്ന് കിട്ടും. അപ്പൊ ഇത്ര ഉള്ളൂ കണ്ടെത്തലുകള്. ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും അതിന്റെ കോഡുകളും കാര്യങ്ങളും ഓർത്തിരുന്നാൽ തന്നെ കണ്ടെത്തലുകൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ഡിസ്കഷൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 1640 മുതൽ 20 വർഷക്കാലം നീണ്ടുനിന്ന ലോങ് പാർലമെന്റ് നിലവിലുള്ള രാജ്യം. അപ്പം ലോങ് പാർലമെന്റ് എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ടാണ്. ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ട്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് രണ്ടാമൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ആരാണ്? വില്യംസ് മൂന്നാമൻ. ഈ രണ്ടാമനും മൂന്നാമനും ഒന്നും തമ്മിൽ മാറിപ്പോവരുത്. അത് ചിലപ്പം അവര് ക്വസ്റ്റ്യൻ ഇടുന്നവര് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി അങ്ങനെ മാറ്റിത്തരും. നമ്മളത് ഓർത്തിരിക്കുക, നന്നായിട്ട് പഠിച്ചിരിക്കുക. അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? വില്യംസ് മൂന്നാമൻ. 4, ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. അപ്പം മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും ഒരു ലക്ഷ്യവും പാടില്ല എന്നതാണ് രത്നച്ചുരുക്കം. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? ഏതാണ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ച് കണ്ടതാണ്. 1789. ഞാൻ ഇതിനൊരു കോഡ് പറഞ്ഞിരുന്നു, ഒന്നെന്ന് ഓർക്കുക. പിന്നെ വരുന്ന സംഖ്യകളെല്ലാം എന്താണ്? ഒന്ന് കൂടി വരുന്നതാണ്. 7, 8, 9. അടുത്തത്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരം ഏതാണ്? ഈഫൽ ടവർ. ഇനി കുറെ വചനങ്ങൾ ഉണ്ടായിരുന്നു, കുറെ വിപ്ലവ വചനങ്ങൾ. അത് നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം. അത് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇനി കോണ്ടിനെന്റൽ വ്യവസ്ഥ നടപ്പിലാക്കിയ നേതാവ്. കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം, നെപ്പോളിയന്റെ പദ്ധതിയാണ്. അടുത്തത്, ഫ്രാൻസിൽ ഒരു നിയമസംഹിത നടപ്പിലാക്കിയത് നെപ്പോളിയൻ ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ ഒരു നിയമസംഹിത നടപ്പിലാക്കിയ നേതാവ് നെപ്പോളിയൻ. ഞാനാണ് രാഷ്ട്രം എന്ന് തുടങ്ങുന്ന വചനം പറഞ്ഞത് ആരാണ്? ലൂയി 14. എനിക്ക് ശേഷം പ്രളയം. അപ്പൊ ലൂയി 14 ശേഷം നോർക്കുക, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂയി 15. ഞാനാണ് വിപ്ലവം എന്ന് തുടങ്ങുന്നത് നെപ്പോളിയൻ പറഞ്ഞതാണ്. ഇനി വിപ്ലവ വചനങ്ങൾ കഴിഞ്ഞു. അടുത്തത്, വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചത് ആര്? സൈമൺ ബോളിവർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, കൂടുതൽ പറയണില്ല. ആ ക്വസ്റ്റ്യൻ വരാൻ വളരെ ചാൻസ് ഉണ്ട്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ. ചൈന എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്യാസിനും മാവോ സേതുങ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിൽ മാവോ സേതുങ് ആണ് കറക്റ്റ് ആൻസർ. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് കേൾക്കുമ്പോഴേ മാവോ സേതുങ്ങിനെ ഓർത്തോണം. യൂറോപ്യൻ ആധിപത്യത്തിനെതിരായി പോരാടാൻ ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് പ്രചോദനമായത്. അപ്പം യൂറോപ്യൻ ആധിപത്യത്തിനെതിരായി പോരാടാൻ ലാറ്റിൻ അമേരിക്കൻ ജനതയ്ക്ക് പ്രചോദനമായത് എന്താണ്? ഏത് വിപ്ലവങ്ങളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? 2 വിപ്ലവങ്ങളെ ഉദ്ദേശിക്കുന്നത്, അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും. ഏതൊക്കെയാണ് ആ വിപ്ലവങ്ങൾ? അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും. അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്, കണ്ടെത്തലുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഉറപ്പായും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.